കേരള സാങ്കേതിക സർവകലാശാല VC സ്ഥാനം ഒഴിഞ്ഞ ഡോക്ടർ സിസ തോമസിന് പെൻഷൻ അടക്കമുള്ള ആനുകൂല്യങ്ങൾ അനുവദിച്ച് സർക്കാർ ഉത്തരവ്. 2 ആഴ്ചയ്ക്കുള്ളിൽ ആനുകൂല്യങ്ങൾ നൽകണമെന്ന ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നാണ് നടപടി. 2 വർഷത്തെ വിരമിക്കൽ ആനുകൂല്യങ്ങളാണ് സർക്കാർ തടഞ്ഞുവെച്ചത്. ഹാൻസ് ജോൺ ചേരുന്നു വിവരങ്ങളുമായി. ഹാൻസ്, എന്തായാലും ഈ ഉത്തരവ് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടി തന്നെയാണ്. എന്തൊക്കെയാണ് ഇപ്പോൾ പുതുതായി ഉള്ള ഈ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ലക്ഷ്മി, 2 വർഷത്തോളം നീണ്ടുനിന്ന നിയമപോരാട്ടത്തിനാണ് ഇപ്പോൾ ഒരു സമാപനം എത്തിയിരിക്കുന്നത്. 2023 ബാട്ടൺ ഹിൽ എഞ്ചിനീയറിംഗ് കോളേജിലെ പ്രിൻസിപ്പളായി വിരമിച്ചതിന് ശേഷം സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിലെ സീനിയർ ജോയിന്റ് ഡയറക്ടറായി ജോലി അനുഷ്ഠിക്കുമ്പോഴായിരുന്നു ഇദ്ദേഹത്തെ സിസ തോമസിനെ സാങ്കേതിക സർവകലാശാലയുടെ വൈസ് ചാൻസലറായി ഗവർണർ നിയമിച്ചത്. പക്ഷേ ഇത് സർക്കാരിന്റെ അനുമതിയോടുകൂടി അല്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കഴിഞ്ഞ 2 വർഷത്തെ കാലം സിസ തോമസിന്റെ വിരമിക്കൽ ആനുകൂല്യങ്ങൾ സർക്കാർ തടഞ്ഞുവെച്ചത്. ഇതിനെ തുടർന്ന് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൽ ഹർജി നൽകിയ സിസ തോമസിന് അനുകൂലമായ വിധി വന്നെങ്കിലും സർക്കാർ വീണ്ടും ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. പിന്നീട് ഹൈക്കോടതിയിൽ നിന്നും 2 ആഴ്ചക്കകം സിസയ്ക്ക് അനുകൂലമായിട്ടുള്ള വിധി വരികയും 2 ആഴ്ചക്കുള്ളിൽ ഈ ആനുകൂല്യങ്ങളെല്ലാം നൽകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ഈ ഒരു അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സർക്കാർ ഇത്തരത്തിലൊരു ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. കഴിഞ്ഞ 2 വർഷത്തെ കാലത്തെ ഗ്രാറ്റുവിറ്റിയും പെൻഷൻ ആനുകൂല്യങ്ങളും ഇതോടുകൂടി സിസ തോമസിന് ലഭ്യമാകും. ലക്ഷ്മി. ഹാൻസ് ജോൺ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്.